എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 നവംബർ 23 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. PSC പരീക്ഷയിലെ SCRT മേഖല എന്നുള്ള ചോദ്യങ്ങളെ പറ്റി ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സോ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ടു SCRT ബേസ് ചെയ്തൊരു ടെക്സ്റ്റ് ഇറക്കാമോന്ന്. അത്തരത്തിൽ ടാലന്റ് അറിവിടം എന്ന് പറയുന്ന സീരീസിൽ സോഷ്യലിനും അതുപോലെ തന്നെ സയൻസിനുമായിട്ട് പ്രത്യേകം ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പറയുന്ന സോഷ്യൽ ആയാലും സയൻസ് ആയാലും പാർട്ട് 1 പാർട്ട് 2 എന്നിങ്ങനെയാണ്. അതിലെ പാർട്ട് 1 5, 7, 9 ക്ലാസ്സിലെ വിവരങ്ങളും പാർട്ട് 2 6, 8, 10 ക്ലാസ്സിലെ വിവരങ്ങളുമാണ്. അത് മാത്രമല്ല ചാപ്റ്റർ വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ടീച്ചർ ടെക്സ്റ്റ് ഫാക്ടുകളും ലേണിംഗ് റൂം ഫാക്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് നിങ്ങളിലേക്ക് അടുത്ത ആ ഒരു പുസ്തകം എത്തുന്നത്. സോ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വർഷം വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് വെബ്കോ LDC. നമുക്കറിയാം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടിയ ഡിപ്പാർട്ട്മെന്റ്, അത് മാത്രമല്ല ഒരു അനവധി ആനുകൂല്യങ്ങളുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് വെബ്കോ എന്ന് പറയുന്നത്. സോ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. ടാലന്റ് ഓൾറെഡി തന്നെ ഇതിനുള്ള ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൺലൈൻ ബാച്ചസും ഓഫ്ലൈൻ ബാച്ചസും അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്താലോ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ടാലന്റിന്റെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സിന്റെ പ്രയോറിറ്റി വളരെ വലുതാണ്. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. സോ നേരത്തെ തന്നെ കറണ്ട് അഫയേഴ്സ് ബുക്ക് വാങ്ങി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം സർക്കാരിന്റെ പല വകുപ്പുകളിൽ പല രീതിയിലുള്ള ക്രമക്കേടുകളൊക്കെ നടക്കാറുണ്ട്. സോ അത് കണ്ടെത്താനായിട്ട് വിജിലൻസ് പല രീതിയിലുള്ള പല പേരുകളിലുള്ള ഓപ്പറേഷൻസും കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അത്തരത്തിൽ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ വിജിലൻസ് നടത്തിയൊരു പരിശോധനയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നാണ്. സോ ബ്ലാക്ക് ബോർഡിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്തേക്കുക വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ ആണെന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കാം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താണ് പറഞ്ഞത്? വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2025 മിസ് യൂണിവേഴ്സ്. അപ്പോൾ 2025 മിസ് യൂണിവേഴ്സ് മത്സരത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? തായ്ലൻഡ് ആയിരുന്നു കേട്ടോ. വേദി എന്ന് പറയുന്നത് തായ്ലൻഡ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ ഒരു മിസ് യൂണിവേഴ്സിൽ ജേതാവായത്, കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാത്തിമ ബോഷ്. ആരാണ്? ഫാത്തിമ ബോഷ്. അപ്പോൾ മെക്സിക്കോക്കാരിയായിട്ടുള്ള ഫാത്തിമ ബോഷ് ആണ് 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതിൽ പങ്കെടുത്തത്? അപ്പോൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഈ ഒരു ഈവന്റിൽ പങ്കെടുത്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണിക വിശ്വകർമ്മ. ആരാണ്? മണിക വിശ്വകർമ്മയാണ്. അപ്പൊ ഈ ഒരു പേര് കൂടി നോട്ട് ചെയ്യുക. മണിക വിശ്വകർമ്മയാണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത 2025 മിസ് യൂണിവേഴ്സിൽ പങ്കെടുത്തത്. വേദി തായ്ലൻഡ് ആയിരുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കായിക താരം ഇതിന്റെ ജൂറി ആയിരുന്നു എന്നുള്ള കാര്യമാണ്, വിധികർത്താവായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പൊ അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാഡ്മിന്റൺ താരമായിട്ടുള്ള സൈന നെഹ്വാൾ ആണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതിനൊപ്പം തന്നെ 2026 വേദി കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. 2026 വേദി എന്ന് പറയുന്നത് പ്യൂർട്ടോറിക്കോയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും എഗൈൻ ഒരു അംഗീകാരത്തെ പറ്റിയാണ്. അതായത് ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ 2025. അപ്പോൾ 2025 ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരമാണ്. ഇപ്പോൾ പുരുഷ വിഭാഗവും ചർച്ച ചെയ്യണം, വനിതാ വിഭാഗവും ചർച്ച ചെയ്യണം. പുരുഷ വിഭാഗത്തിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്റഫ് ഹക്കീമി. ആരാണ്? അഷ്റഫ് ഹക്കീമിയാണ്. കൃത്യമായിട്ട് ഈ പേര് നോട്ട് ചെയ്യുക. ദെൻ വനിതാ വിഭാഗത്തിൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിസ്ലാനെ ചെബാക്ക്. ആർക്കാണ്? ഗിസ്ലാനെ ചെബാക്കിനാണ്. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഓർക്കുക. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ 2025 പുരുഷ വിഭാഗം, വനിതാ വിഭാഗം. പുരുഷ വിഭാഗത്തിൽ അഷ്റഫ് ഹക്കീമിക്ക്, ദെൻ വനിതാ വിഭാഗത്തിൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിസ്ലാനെ ചെബാക്കിനുമാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റിന്റെ ഒരു കണക്ഷൻ ആണ്. അതായത് നമുക്കറിയാം മുൻപ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. എന്തായിരുന്നു? അവിടുത്തെ ഗവർണറെ ബില്ലുകളൊക്കെ വൈകിപ്പിക്കുന്നു എന്ന പേരിൽ ഒരു ഹർജി സമർപ്പിച്ചു. സോ അതിനെ തുടർന്ന് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് പറഞ്ഞു, ഒരു വിധി പ്രസ്താവിച്ചു, 30 ദിവസത്തിനകം രാഷ്ട്രപതി ആയാലും അല്ലെങ്കിൽ ഗവർണർ ആയാലും 30 ദിവസത്തിനകം ബില്ലുകളിൽ തീരുമാനമുണ്ടാക്കണം എന്ന രീതിയിൽ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ വിധിയെ തുടർന്ന് നമ്മുടെ രാഷ്ട്രപതി 143 ക്ലോസ് 1 എന്ന് പറയുന്ന അനുച്ഛേദ പ്രകാരം ഒരു റഫറൻസ് സമർപ്പിക്കുകയും സോ അതിന്റെ വിധി വരികയും ചെയ്തു. സോ അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാനായിട്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് ഉത്തരവിട്ട 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരാണ്? ഓക്കെ, അപ്പൊ എന്താണ്? നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാനായിട്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന് ഉത്തരവിട്ട 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരാണ്? അത് ജസ്റ്റിസ് BR ഗവായി. ആരാണ്? ജസ്റ്റിസ് BR ഗവായി ആണ്. വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്യുക. വളരെ സുപ്രധാനമായ ഒരു വിധിയായിരുന്നു. കാരണം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് 30 ദിവസത്തെ സമയം അനുവദിച്ചു എന്നൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം വരുന്നൊരു വിധി ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ അതിന്റെ അധ്യക്ഷൻ BR ഗവായി ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ജീൻ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ആദ്യത്തെ തദ്ദേശീയ ജീൻ തെറാപ്പി ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. സോ അതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തിടെ ഇന്ത്യയിൽ വികസിപ്പിച്ച അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ജീൻ തെറാപ്പി ഏതാണ്? അത് ബിർസ 101. അപ്പോൾ ഇതാണ് ബിർസ 101 എന്ന് പറയുന്ന ജീൻ തെറാപ്പി ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഇന്ത്യ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആദ്യ ഒരു ജീൻ തെറാപ്പിയാണ്. അതായത് ഈ ഒരു അരിവാൾ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജീൻ തെറാപ്പിയാണിത്. അതായത് DNA-യിൽ മാറ്റം വരുത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീൻ തെറാപ്പി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ പേര് ബിർസ 101 എന്നാണ്. സോ നമുക്കറിയാം ഇത് ആരുടെ പേരിൽ നിന്നാണെന്നല്ലേ? കാര്യം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിലാണ് കൂടുതലായിട്ടും അരിവാൾ രോഗം കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ വിഭാഗത്തിലെ ഏറ്റവും പ്രബലനായ ഒരു പറയുന്നത്. സോ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഇതിന് ഈ ഒരു ജീൻ തെറാപ്പിക്ക് ബിർസ 101 എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇതിനടുത്ത് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ്. അതായത് 2025 ഏഷ്യൻ സീഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? 2025 ഏഷ്യൻ സീഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? അത് മുംബൈ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സീഡ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഈ പറയുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിയും കർഷക ക്ഷേമവും. കേട്ടോ, കൃഷിയും കർഷക ക്ഷേമവും കൈകാര്യം ചെയ്യുന്ന ശിവരാജ് സിംഗ് ചൗഹാനാണ് എന്ത് 2025 ഏഷ്യൻ സീഡ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത്. അതുകൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? അത് ഇറാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ താൽക്കാലികമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് നോക്കാനുള്ളത് ഒരു റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു റാങ്കിങ് ആണ്. 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ്ലൈൻ തന്നെ ഇങ്ങനെയാണ്, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026. പക്ഷേ പുറത്തുവിട്ടത് 2025 കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു റാങ്കിങ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 23 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും മുന്നിലുള്ളത്, അതായത് ഈ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലുള്ളത് ഡെൻമാർക്ക് ആണെന്ന് കൂടി ഓർക്കുക. ഏതാണ്? ഡെൻമാർക്ക് ആണ് ഏറ്റവും മുന്നിലുള്ളത്. അപ്പോൾ ഞാൻ മുന്നിലെന്നേ പറഞ്ഞുള്ളൂ. മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1ാം റാങ്കിൽ എന്നല്ല. അപ്പോൾ 1, 2, 3 സ്ഥാനങ്ങളിൽ ആരും തന്നെ ഇല്ല. 1 മുതൽ 3 വരെ ആരുമില്ല. 4ാം സ്ഥാനത്താണ് ഡെൻമാർക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണ്. 1 മുതൽ 3 വരെ ആരുമില്ല. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ജാവലിൻ മിസൈൽ ഇന്ത്യക്ക് നൽകുന്നത് ആരാണ്? അപ്പോൾ എന്താണ് ജാവലിൻ മിസൈൽ ഇന്ത്യക്ക് നൽകുന്നത് ആരാണ്? അത് US ആണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്കറിയാം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഫിഫ റാങ്കിങ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വേറൊന്നും കൊണ്ടല്ലടാ കാര്യം, ഇടയ്ക്കിടയ്ക്ക് VSC എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പുരുഷ റാങ്കിങ് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അപ്ഡേഷൻ വരുന്ന സമയത്തൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ ഇവിടെ പറയുന്നത് 2025 നവംബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ 2025 നവംബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ
സ്ഥാനം എത്രയാണ്? 142. എത്രയാണ്? 142 കാര്യം ഓർക്കുക. സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 1, 2, 3 സ്ഥാനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയ ചേഞ്ച് ഒന്നും ഇല്ല, അതിൽ യാതൊരു ചേഞ്ചും ഇല്ല, പഴയത് തന്നെയാണ്. 1-ാം സ്ഥാനത്ത് സ്പെയിൻ ആണ്, ഓൾറെഡി ചർച്ച ചെയ്തതാണ്, കാരണം റീസെന്റ് ആയിട്ടാണ് സ്പെയിൻ 1-ാം സ്ഥാനത്തേക്ക് വന്നത്. ദെൻ 2-ാം സ്ഥാനത്തേക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയാണ്. അർജന്റീനയാണ് 2-ാം സ്ഥാനത്ത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 142, 1-ാം സ്ഥാനത്ത് സ്പെയിനും 2-ാം സ്ഥാനത്ത് അർജന്റീനയുമാണ്. ഇനി അടുത്തത് ഒരു വിയോഗമാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞൊരു കാര്യം, നമ്മളൊക്കെ പത്രങ്ങളിലൊക്കെ കണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വ്യോമസേനയുടെ തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം തകർന്ന് ഒരു പൈലറ്റ് അന്തരിച്ചു. സോ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? നമാൻഷ് സ്യാൽ എന്നാണ്. ഇതാണ് നമാൻഷ് സ്യാൽ എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് പേരോർക്കുക. അപ്പോൾ ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്ന് മരിച്ച പൈലറ്റിന്റെ പേര് നമാൻഷ് സ്യാൽ എന്നാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൾറെഡി തന്നെ കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ന്യൂ SCRT ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com ഒക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് 10th ലെവൽ എക്സാംസ് ഒക്കെ വരാനുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ബെബ്കോ LDCയും 2027 LDC ഒക്കെ വരാനുണ്ട്. സോ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഏറ്റവും പുതിയ LDC റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkerala.com എന്നിവയിലൊക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് പോയിന്റ് എന്തായിരുന്നു? ഒരു പരിശോധനയായിരുന്നു. അതായത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന പരിശോധന, വിജിലൻസ് നടത്തിയ പരിശോധന. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമാണ്. സോ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധന എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ഒരു അംഗീകാരം, 2 അവാർഡുകൾ പറഞ്ഞു. അതായത് ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഈവന്റ് ആണ്. മിസ് യൂണിവേഴ്സ് 2025 നേടിയത് ആരാണ്? മെക്സിക്കോക്കാരിയായിട്ടുള്ള ഫാത്തിമ ബോഷ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇതിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്ത ആരാണ്? മണിക വിശ്വകർമ്മയാണ്. ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ 2025 2025 ആഫ്രിക്കയിലെ മികച്ച താരങ്ങൾക്കുള്ള പുരസ്കാരം പുരുഷ വിഭാഗത്തിൽ അഷ്റഫ് ഹക്കീമിക്കും വനിതാ വിഭാഗത്തിൽ ഗിസ്ലാനെ ചെബാക്കിനുമാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത ഒരു കണക്ഷൻ ആണ്. അതായത് തമിഴ്നാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗവർണറെ ബില്ല് വൈകിപ്പിക്കുന്നതിനെ തുടർന്ന് ഒരു ഹർജി സമർപ്പിക്കുകയും സോ അതിനെ തുടർന്ന് സുപ്രീം കോടതിയിലെ 2-അംഗ ബെഞ്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? രാഷ്ട്രപതിക്കും അതുപോലെ ഗവർണർക്കും സമയപരിധി 30 ദിവസത്തെ സമയപരിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. സോ അതിനെ തുടർന്നുള്ള ഒരു കാര്യമാണ്. അതായത് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാനായിട്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന് ഉത്തരവിട്ട 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു. അത് ജസ്റ്റിസ് BR ഗവായി. അതുപോലെ തന്നെ ബിർസ 101 എന്ന് പറയുന്ന ഒരു ജീൻ തെറാപ്പിയെ പറ്റി പറഞ്ഞു. അതായത് അടുത്തിടെ ഇന്ത്യയിൽ വികസിപ്പിച്ച അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ജീൻ തെറാപ്പിയാണ് ഇതെന്ന് പറയുന്നത് ബിർസ 101 എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത്. 2025 ഏഷ്യൻ സീഡ് കോൺഗ്രസിന്റെ വേദി പറഞ്ഞു. എവിടെയാണ്? മുംബൈ ആണ്. അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു? ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇറാൻ എന്ത് ചെയ്തു? ഇന്ത്യക്കാർക്കുള്ള വിസാരഹിത പ്രവേശനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ച കാര്യം പറഞ്ഞു. അതിനുശേഷം ഒരു ഇൻഡെക്സ് പറഞ്ഞു, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. അപ്പോൾ 2025 പുറത്തുവിട്ട ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026. അതിന് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 23 ആണ്. ഇനി 1, 2, 3 സ്ഥാനങ്ങളിൽ ആരുമില്ല. ഏറ്റവും മുന്നിലുള്ളത് 4-ാം സ്ഥാനമാണ്. അത് ഡെൻമാർക്ക് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം പറഞ്ഞത് ഒരു മിസൈലിനെ പറ്റിയാണ്. അതായത് ജാവലിൻ മിസൈൽ ഇന്ത്യക്ക് നൽകുന്നത് ആരാണെന്ന് പറഞ്ഞു? US ആണ്. അതിനുശേഷം ഒരു റാങ്കിങ് ആണ് പറഞ്ഞത്. അതായത് ഫിഫ പുരുഷ റാങ്കിങ്. അതായത് 2025 നവംബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 142. അതിനുശേഷം പറഞ്ഞു ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്ന് മരിച്ച പൈലറ്റ് ആരാണെന്ന് പറഞ്ഞു. ആരാണ്? നമാൻഷ് സ്യാലാണെന്ന് പറഞ്ഞു. അതുകൂടി നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 നവംബറിൽ സെബിയുടെ മുഴുവൻ സമയ അംഗമായിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ അമർജിത് സിംഗ്, കമലേഷ് ചന്ദ്ര, സന്ദീപ് പ്രധാൻ, ശിരീഷ് ചന്ദ്ര മുർമു. അപ്പോൾ അതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ആദ്യ ചീറ്റ എന്നതാണ് ചോദ്യം. ചന്ദ്ര, മുഖി, മേഘ, നില. അപ്പോൾ അതിന്റെ ശരിയുത്തരം കൂടി കമന്റ് ചെയ്യുക.
ദെൻ കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 2026 ഗ്ലോബൽ ബിഗ് ക്യാറ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ റിയോ ഡി ജനീറ, ഡെറാഡൂൺ, ബാക്കു, ന്യൂഡൽഹി. അപ്പോൾ അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂഡൽഹി ആണ്. നമുക്കറിയാം 2023 പ്രോജക്ട് ടൈഗറിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നരേന്ദ്രമോദിയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് പ്രഖ്യാപിക്കുന്നത്. ദെൻ 2025 അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞു. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദെൻ ഇപ്പൊ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ന്യൂഡൽഹി ഗ്ലോബൽ ബിഗ് ക്യാറ്റ് സമ്മിറ്റിന് അല്ലെങ്കിൽ ഉച്ചകോടിക്ക് വേദിയാവുകയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏത് എന്നാണ്. അത് കുറാസോയാണ്. ഇതിനു മുൻപ് ആ റെക്കോർഡ് ഐസ്ലൻഡിന്റെ പേരിലായിരുന്നു. 2018 റഷ്യൻ ലോകകപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഐസ്ലൻഡ് കളിച്ച സമയത്താണ് ആ റെക്കോർഡ് അവർ സ്വന്തമാക്കിയത്. ഇപ്പോൾ ആ റെക്കോർഡ് ആരുടെ പേരിലാണ്? കുറാസോയാണ്. അതായത് കോൺകകാഫ് മേഖലയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന കുറാസോ യോഗ്യത നേടിയിരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. സോ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 നവംബർ 23 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.